ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ഇപ്പോൾ സാരീസ് ഒക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുവാണ്. നമ്മൾ ഈ ഒരു വീക്കിൽ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. നോർമലി നമ്മൾ വീക്ക്ലി ട്വൈസ് വീഡിയോ ഇടുന്നതാണ്, ട്യൂസ്ഡേസിലും അതുപോലെ ഒന്നെങ്കിൽ ഫ്രൈഡേ അല്ലെ സാറ്റർഡേ നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ട്യൂസ്ഡേ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുവരെ വീഡിയോ എടുക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പനിയൊക്കെ ആയിരുന്നതുകൊണ്ടാണ്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ ഇതിനോടിടയ്ക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടാഞ്ഞതിലും അതുപോലെ വേറെ ഓരോ എൻക്വയറീസ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും നമുക്ക് വാട്സാപ്പിൽ മെസ്സേജസ് ആയിട്ടോ വോയിസ് മെസ്സേജസ് ആയിട്ടോ അയക്കുവാണെങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. കോൾസ് ഒരുപാട് വരുമ്പോഴത്തേനും, പ്രത്യേകിച്ച് അൺനോൺ നമ്പറുകളിൽ നിന്നൊക്കെ കോൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് ആയിരിക്കണം എന്നില്ല വിളിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും തിരിച്ച് വിളിക്കാനായിട്ട് പറ്റാറില്ല. അത് തന്നെയല്ല, നമുക്ക് ഒരുപാട് കോൾസ് വരുമ്പോഴത്തേനും നമ്മുടെ വർക്ക് ആണെങ്കിലും ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കോൾ എടുക്കാനോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനോ വേറൊരാളില്ല, നമ്മൾ തന്നെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ വർക്കുകൾ ഒരുപാട് ഡിലേ വരുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജസ് ആയിട്ട് അയക്കുവാണെങ്കിൽ എനിക്കൊരു ദിവസം ഈ പറഞ്ഞ കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെച്ചാൽ എല്ലാവരുടെ അടുത്ത് മെസ്സേജസ് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതുപോലെ സ്കിപ്പായി പോകത്തുമില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരു വയ്യാഴികയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് താമസം വരുന്നുണ്ട് റിപ്ലൈ തരാനായിട്ട്, എനിക്കറിയാം. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പം നമുക്ക് സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ കളറിലെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ വരുന്നൊരു സാരിയാണ്. ഇത് കോട്ടൺ ചെക്കോട്ട ആണെങ്കിലും ഒത്തിരി ഫ്ലോയി ആയിട്ടുള്ള, അതായത് ഒരു ഭയങ്കര ഒരു നൈസ് ആയിട്ടുള്ള കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആണ്. സ്റ്റാർച്ച് ഒട്ടും ഇല്ലാത്ത പോലെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആണ്. ഇതിനകത്ത് ഒരുപാട് കളേഴ്സിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈൻ. ഇതിനകത്ത് കളേഴ്സ് മാത്രമല്ല സ്റ്റിച്ചസും, ഒരുപാട് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുള്ളിൻ നോട്ട്സ് ആണെങ്കിലും അതുപോലെ കാസ്റ്റോൺ സ്റ്റിച്ച് ആണെങ്കിലും ഫ്രഞ്ച് നോട്ട് ആണെങ്കിലും ലേസി ഡേസി ബ്ലാങ്കറ്റ് സ്റ്റിച്ചും, അങ്ങനെ ഒരുപാട് സ്റ്റിച്ചുകൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും പിങ്കിന്റെ 2-3 ഷെയ്ഡ്സ് ഉണ്ട്, മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ യെല്ലോയുടെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പർപ്പിൾ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഗ്രീൻ്റെ ആണെങ്കിൽ ഗ്രീൻ എലമെന്റ് എല്ലാം കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ഉണ്ട്. ഷേപ്പിലാണ് ഈ പല്ലുവിന്റെ പോർഷനിൽ ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പല്ലു പോർഷനിൽ വരുന്ന ഫസ്റ്റ് ഡിസൈൻ. ഇതിനകത്ത് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻ പോർഷനിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ സൈസിൽ വരുന്ന ഒരു പാറ്റേണിലാണ് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സും ബഡ്സും ആ ഒരു ലീവ്സും ഒക്കെ വരുന്ന പോലെ ഒരു ചെറിയ പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു സാരിയിൽ ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിന്റെ പുറകോട്ട് കിടക്കുന്ന ആ ഒരു റണ്ണിങ് പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ. നമ്മൾ ആ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഏഞ്ചിൽ കണ്ടതുപോലെ കുറച്ചൊരു ചെറിയ ഡിസൈനാണ്. നടുക്ക് 2 ഫ്ലവേഴ്സും ചുറ്റും കുറച്ച് ആ ഒരു ബഡ്സും ലീവ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ഡിസൈൻസും ഈ പറഞ്ഞ ഇത്രയും മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ഡിസൈനിലും ഓരോ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബഡ്സ് ഒക്കെ ആണെങ്കിലും അതുപോലെ ആ ഒരു പെറ്റൽസ് പോലത്തെ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നതും ഓരോ ഡിസൈനിലും ഡിഫറെന്റ് ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു മൾട്ടി കളർ ആയിട്ട് തന്നെ ആ ഡിസൈൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലത്തെ 4 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇത് കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുണ്ടോ, നല്ല ഒഴുകി കിടക്കുന്ന, ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന, എന്നാൽ നമ്മളൊരു മൽക്കോട്ടൺ സാരിയെ കൊടുക്കുന്ന പോലെ അത്രയും ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കനം കുറഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഈ ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചുകളും ഒരു കാസ്റ്റോൺ സ്റ്റിച്ച് ആണെങ്കിലും ഫ്രഞ്ച് നോട്ട് ആണെങ്കിലും ഒക്കെ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ്. ഡിസൈനിന്റെ വലിപ്പം ഇത്രയേ ഉള്ളെങ്കിലും ഇതിൽ ഓരോ ഡിസൈൻസും ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ലതായിട്ട് ടൈം എടുക്കുന്ന പോലത്തെ സ്റ്റിച്ചുകളാണ് ഇതിനകത്ത് ഓരോന്നിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷൻ ഇതുപോലെ ചെറിയ ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിൽ ആ ഒരു ഫ്ലീറ്റ്സിനിടയ്ക്ക് കൂടെ വരുന്ന ഭാഗങ്ങളിലെല്ലാം വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഡിസൈൻസും ഡിഫറെന്റ് കളേഴ്സിലാണ് അതിനകത്ത് ഓരോന്നും ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ ഇതിന്റെ ഫ്ലീറ്റ്സിനുള്ളിലെല്ലാം ഡിസൈൻസ് വന്നതിന് ശേഷം ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഒരു വലിയ ഡിസൈൻ എന്നുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈനാണ് ഈ വന്നിരിക്കുന്നത്.
റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സ്ലീപ്പിംഗ് പോസിലാണ്, സ്റ്റാൻഡിംഗ് പോസിലല്ല. ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ഡിസൈൻ സ്റ്റാൻഡിംഗ് പോസ് കൊടുക്കുന്നതിനേക്കാളും ഭംഗി സ്ലീപ്പിംഗ് പോസിലായതുകൊണ്ട് ആ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫ്ലീറ്റ്സിനിടയ്ക്ക് കൂടെ വരുന്ന ഡിസൈൻ, കുഞ്ഞു ഡിസൈൻസ് എല്ലാം സ്റ്റാൻഡിംഗ് പോസിൽ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻസ് എല്ലാം നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ട് കാണുന്നത് നമ്മൾ ഇതിനെല്ലാം സ്റ്റാൻഡിംഗ് പോസിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് വരുന്നത്. മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ബ്ലൗസ് ഇതിലൂടെ പെയർ ചെയ്യാം. അതുപോലെ മീൻസ് മൾട്ടി കളർ ഉള്ള പോലത്തെ ബ്ലൗസുകൾ വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2725 ആണ്, 2725. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു നൈലോൺ കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. സിൽക്കി കോട്ട പോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നൈലോൺ കോട്ട. നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്ത ഒരു കോട്ട ഫാബ്രിക് തന്നെയാണ്. കോട്ടൺ അല്ല മെറ്റീരിയൽ വരുന്നത്, അതൊരു സിൽക്ക് മിക്സ്, അതായത് നമ്മൾ സിൽക്കി കോട്ട പോലെ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് വരുന്നത്. ഇതിനകത്ത് ഒരു ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഒത്തിരി സ്റ്റിച്ചസോ അല്ലെങ്കിൽ ഒരുപാട് വലിയ ഫ്ലവേഴ്സോ ഒന്നും കൊടുത്തിട്ടില്ല. സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറും അതിന് ഒരു ചെറിയൊരു ബ്രാഞ്ചസ് പോലെ വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം തന്നെ ഇത് ഈ ഒരു ഗ്രീൻ മാത്രം ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇത് ഈ ഒരു ബഡ്സിന്റെ ഒരു രീതിയിലാണെങ്കിലും അതുപോലെ ഈ ഒരു പെറ്റൽസ് ഒക്കെ ആണെങ്കിലും അതിനകത്ത് ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റെഡ് ഷെയ്ഡിലെ ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലവറിന്റെ സെൻട്രൽ പോർഷനിൽ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. പക്ഷേ ഇതിനകത്ത് നമ്പർ ഓഫ് ഡിസൈൻസ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഡിസൈൻ മീൻസ് ചെറുതല്ല, വലുപ്പം കൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഡിസൈനാണ്. പക്ഷേ സ്റ്റിച്ചുകൾ കൊണ്ട് ഒരു ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവാത്ത സിമ്പിൾ ആയിട്ട് രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന 3 ഡിസൈൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ക്യാരറ്റ് പീച്ചിൽ ആ ഒരു പീച്ചിന്റെയും വൈറ്റിന്റെയും കൂടി ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ബഡ്സ് എല്ലാം ആ ഗ്രീനും യെല്ലോയോടുള്ള ഒരു കോമ്പിനേഷനിൽ ആ ഒരു ബ്രാഞ്ചസിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഡിസൈനാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാരിയുടെ പല്ലു പോർഷൻ നിറഞ്ഞു തന്നെ ഡിസൈൻ ഉണ്ട്. മൊത്തം 5 ഡിസൈൻ, പല്ലുവിന്റെ എൻഡിൽ 3 ഡിസൈനും റണ്ണിങ് പോർഷനിൽ ഈ അതേ വലിപ്പത്തിൽ തന്നെ വരുന്ന 2 ഡിസൈൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോൾ അതിന്റെ ആ ഒരു ഫുൾ കവർ ചെയ്ത് തന്നെ ഡിസൈൻസ് വരുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ഇതുപോലെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും, ചെസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, ഫുൾ ആ ഒരു ബോർഡർ പോർഷനിൽ ഫുള്ളും ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ ഈ ഒരു പാറ്റേണിൽ 4 ഡിസൈൻസ് സാരിയുടെ ഒരു ഹാഫ് പോർഷൻ, അതായത് ഇതിന്റെ ലെഫ്റ്റ് ലെഗ് പോർഷൻ, അതായത് ഫ്ലീറ്റ് തുടങ്ങുന്ന ഭാഗം വരെയും ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പാറ്റേണിൽ 4 ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സാരിയുടെ ഹാഫ് പോർഷൻ വരുന്നിടം വരെയാണ് നമ്മുടെ ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗം വരെ, അവിടം വരെയായിട്ട് 4 ഈ ഒരു ഗ്യാപ്പിൽ 4 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷൻ, ഫ്ലീറ്റ് പോർഷൻ ഒക്കെ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അവിടെയോട്ട് വരുമ്പോഴും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പോസിലൊരു ഡിസൈൻ വരുന്നുണ്ട്. സെയിം സൈസുള്ള ഡിസൈൻ തന്നെ ഇതിനകത്തെല്ലാം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് 2 ഡിസൈൻസ് വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ, ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗത്ത് ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെയായിട്ട് വരുന്ന പോലെ 2 ഡിസൈൻസ് ആണ്. ടോട്ടൽ 3 ഡിസൈൻസ് ഇതിന്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് വന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1895 ആണ്. ഇതിനകത്ത് 13 ഡിസൈൻസ് വരുന്നുണ്ട് ടോട്ടൽ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു പീച്ചിന്റെ സിൽക്കി കോട്ട സാരിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് അല്ല, കുറച്ചും കൂടെ ലൈറ്റ് ആയി, എന്നാൽ തീരെ ലൈറ്റ് ആയിട്ടുള്ള പീച്ചും അല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ്സ് ഒക്കെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിനകത്ത് ഭയങ്കര ഡാർക്കും അല്ല ഒത്തിരി ലൈറ്റും അല്ലാത്തൊരു പീച്ച് സിൽക്കി കോട്ട ഷെയ്ഡാണ്. ഇതിനകത്ത് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തുള്ളൊരു ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. സാറ്റൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലീവ്സ് പാറ്റേണും അതുപോലെ ഈ ഒരു സ്റ്റെം പോലെ ഒരു പാറ്റേൺ ഒക്കെ കൊടുക്കാനായിട്ട് സാറ്റൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതിൽ ആ ഒരു ബോർഡർ പോർഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ അല്ലാത്തൊരു ഫ്ലവർ ബഞ്ച് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പീച്ചിൽ ഗ്രീനിന്റെ മൾട്ടി കളർ ത്രെഡും അതുപോലെ ആ ഒരു റെഡിന്റെ മൾട്ടി കളർ ത്രെഡും അതിന്റെ ആ ഒരു ഫില്ല് ചെയ്യാനായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പല്ലു പോർഷനിൽ 3 ഡിസൈൻസ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡിസൈൻ തന്നെയാണ്. ഒത്തിരി കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷനിലല്ല, ഒരു ഓഫ് വൈറ്റും വൈറ്റും
അതുപോലെ ഓഫ് വൈറ്റും ഗ്രീനും ആ ഒരു ബോർഡർ പോർഷന് മാത്രമേ ഒരു മെറൂണിഷ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി കോൺട്രാസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫ്ലവർ അല്ല. കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന പോലത്തെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു സിംഗിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 ഡിസൈൻ അതിൻ്റെ പല്ലു പോർഷനിൽ വരുന്ന റണ്ണിങ് പോർഷനിലും പല്ലുവിൻ്റെ എൻഡിലൂടെ ചേർത്ത് 4 ഡിസൈൻസ് ഇതിൻ്റെ പല്ലു പോർഷനിൽ വരുന്നുണ്ട്. 4 ഡിസൈൻ അല്ല കേട്ടോ, ഇതിൻ്റെ പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്ന വശത്തെ സൈഡിലും ഇതുപോലെ ഉള്ളിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്മൾ റണ്ണിങ് പോർഷനിൽ വരുന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത്, അതായത് നമ്മൾ ഫ്ലീറ്റ്സ് ആ ഒരു ഉള്ളിൽ വരുന്ന വശത്തും നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് പിടിക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്ന പോലെ വരുന്നിടത്തും സെയിം സൈസിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല്ലുവിൽ 5 ഡിസൈൻസ് ഉള്ളത്. ബോട്ടം പോർഷനിൽ 3 ഡിസൈനും റണ്ണിങ് പോർഷനിൽ 2 വശത്തും ഓരോ ഡിസൈനും വെച്ചിട്ട് 5 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. നേരത്തെ കാണിച്ച സാരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തും ആ ചെസ്റ്റ് പോർഷൻ എന്നും പറഞ്ഞിട്ടൊരു ഡിസൈൻ അല്ല, ചെസ്റ്റ് പോർഷൻ തൊട്ട് ആ ഒരു റൈറ്റ് ലെഗ് പോർഷൻ വരെ വരുന്നത് പോലെ, ലെഫ്റ്റ് ലെഗ് പോർഷൻ അതായത് ഫ്ലീറ്റ്സ് തുടങ്ങുന്നിടം വരെ വരുന്നത് പോലെ ആ ഒരു ഗ്യാപ്പിൽ 4 ഡിസൈൻസ് കൊടുത്തിരിക്കുവാണ്. സെയിം സൈസിലുള്ള ഡിസൈൻസ് ആണ്, പക്ഷെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് കൊടുത്ത് 4 ഡിസൈൻസ് ആ ഒരു ബോർഡർ കവർ ചെയ്ത് വരുന്നത് പോലെയാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അടുപ്പിച്ച് ചെസ്റ്റ് പോർഷൻ മാത്രമായിട്ട് ഡിസൈൻസ് കൊടുത്തിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡറിൽ ഗ്യാപ്പിൽ ഡിസൈൻസ് ഉള്ള ഒരു പാറ്റേണിൽ ഈ ഒരു സാരി മൊത്തമായിട്ട് വരുന്നത് തന്നെ. ഇതുപോലെ 4 ഡിസൈൻസ് വന്നതിന് ശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതിനകത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് റൈറ്റ് ലെഗ് പോർഷനിലൊരു ഡിസൈനും, ഇത് റൈറ്റ് ലെഗിന് മുമ്പായിട്ട്, അതായത് സാരിയുടെ നമ്മൾ ഉടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് കാണാവുന്നത് പോലെ വരുന്നത് പോലെ ആയിരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത്. കാരണം ഇത് കുറച്ച് ഗ്യാപ്പ് മാത്രം വന്നിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആ ഉടുത്ത് വരുമ്പോൾ പുറകുവശത്ത് കാണുന്നത് പോലെ ഈ ഒരു ഡിസൈൻ വരും. അത് കഴിഞ്ഞ് റൈറ്റ് ലെഗ് പോർഷനിലോട്ട് ഡിസൈൻ വരും. പിന്നെ ഫ്ലീറ്റ്സ് വരും. ഫ്ലീറ്റ്സിനിടയ്ക്ക് ഡിസൈൻസ് വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ഫ്ലീറ്റ്സ് വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫ്ലീറ്റ്സ് കഴിയുന്നിടത്ത് വരുന്നത് പോലെ ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്യും ചെസ്റ്റ് പോർഷനിൽ. ഇത്രയും ഡിസൈൻസ് ഉള്ള ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2375 ആണ്. അത്യാവശ്യം നല്ല ഫില്ല് ചെയ്ത് ടൈം എടുത്ത് തയ്ക്കുന്ന സ്റ്റിച്ചാണ്. ഓൾമോസ്റ്റ് ഒരു 12 ഡിസൈൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു വയലറ്റ് കളറിലെ സാരിയിൽ ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഡിസൈൻസ് വരുന്നൊരു സാരിയാണ്. ഇത് കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള, പോളിസ്റ്റർ മിക്സ് ചെയ്ത് കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരിയാണ്. എന്നാൽ ഭയങ്കര നൈസായിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാം. എന്നാൽ വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയറിന് വേണമെങ്കിലും ആ ഒരു പോളിസ്റ്ററിന്റെ ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ്. പിന്നെ എൻഡിൽ ഇതുപോലെ ടാസിൽസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ടെസർ സാരീസിലൊക്കെ വരുന്നത് പോലെ ഇതുപോലത്തെ ടാസിൽ വർക്കും ഈ ഒരു സാരിയിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഹാരിംഗ് ബോൺ സ്റ്റിച്ചും സാറ്റൺ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻസ് മൊത്തം ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ചിക്കൻ കാരി ഫിനിഷിലൊക്കെ വരുന്നത് പോലത്തെ ഒരു ഡിസൈൻ. എന്നാൽ ചിക്കൻ കാരിയുടെ ഷാഡോ വർക്ക് വരുന്നില്ല. ഇതിനകത്ത് ഈ ഒരു ഹാരിംഗ് ബോണ്ട് പിന്നെ ഈ വൈറ്റ് കളറിന്റെ കോമ്പിനേഷനോടെ ഒക്കെ വരുമ്പോൾ ആ ഒരു ഫിനിഷ് ലുക്ക് വരുന്നത് പോലത്തെ ഒരു ഡിസൈനാണ്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. സിംഗിൾ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് മാത്രം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. പല്ലുവിന്റെ ബോട്ടം പോർഷനിൽ, അതായത് ആ ഒരു എൻ പോർഷനിൽ മൊത്തം ചെറിയ ഡിസൈൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3 ചെറിയ ഡിസൈൻസ് ആണ് ഇതിന്റെ ഇടയ്ക്കുള്ള വശത്ത് കൊടുത്തിരിക്കുന്നത്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് വീണ്ടും ആ ഒരു വലിയ ഫ്ലവർ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻഡിൽ അതുപോലെ 2 വശത്തും വലിയൊരു ഡിസൈനും സെൻട്രൽ പോർഷനിൽ 3 ചെറിയ ഡിസൈൻ എന്നുള്ളൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ നേരത്തെ കണ്ട സാരി പോലെ തന്നെ നോർമലി നമ്മൾ കാണാത്തത് പോലെ ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പല്ലുവിന്റെ ഉള്ളിലുള്ള ഡിസൈൻസ് കാണിക്കാം. ഇങ്ങനെ നമ്മൾ അതായത് സിംഗിൾ ഫ്ലീറ്റിലൊക്കെ ഫ്രണ്ടിലോട്ട് എടുത്ത് പിടിക്കുവാണെങ്കിൽ കാണാവുന്നിടത്തെ പോലെ 2 ചെറിയ ഡിസൈൻസ് ഇതിന്റെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഒത്തിരി ട്രാൻസ്പെറന്റ് അല്ലാത്ത സാരി ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഫ്ലീറ്റിലാണെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ സിംഗിൾ ഫ്ലീറ്റ് പെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഡിസൈൻസിന് നല്ലൊരു വ്യൂ കിട്ടും. അത് സിംഗിൾ ഫ്ലീറ്റിലോട്ട് പെയർ ചെയ്യാനുള്ള രീതിക്ക് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ അങ്ങനെ സിംഗിൾ ഫ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് കാണാവുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സാരി വേണമെങ്കിൽ ഇതുപോലെ സിംഗിൾ ഫ്ലീറ്റിൽ പെയർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വലിയ ഫ്ലവർ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് പോലെ ഉൾവശത്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാരിയുടെ നോർമൽ എൻഡിലുള്ള റണ്ണിങ് പോർഷനിലാണെങ്കിൽ വലിയൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല്ലുവിൻ്റെ എൻഡിലെ വലിയ ഡിസൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ വലിയൊരു ഡിസൈൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നേരത്തെ സാരിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്ത് 3 ഡിസൈൻസ് ആണ് വരുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ഡിസൈൻ ഉള്ളിലും വരും. അതുകൂടാതെ
ഇതുപോലൊരു ഗ്യാപ്പിൽ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസ് വരുന്നുണ്ട്. 3 ഡിസൈൻസ് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് താഴോട്ട് ഡിസൈൻസ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടോ, 3 ഡിസൈൻസിന് ശേഷം ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഡിസൈൻസ് ഇങ്ങനെ റണ്ണിങ് ആയിട്ട് ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. 4 ഡിസൈൻ ഉണ്ട് കേട്ടോ, സോറി. നമ്മുടെ ഒരു ഹാഫ് പോർഷൻ വരെയും 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. 4 ഡിസൈൻസ് ഈ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ വരെയും സെയിം സൈസിൽ വന്നതിന് ശേഷം തിരിച്ച് ഇത്രയൊരു ഗ്യാപ്പിന് ശേഷം, ഇത് വലിയ ഗ്യാപ്പ് അല്ല, നോർമലി കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് പോലെ തന്നെ ഉള്ളൂ. ഒരു ഗ്യാപ്പിന് ശേഷം ബോട്ടം പോർഷനിലോട്ട് സ്റ്റാൻഡിങ് പോസിൽ സെയിം ഡിസൈൻ വന്നിരിക്കുവാണ്. ഇതുപോലെ സ്റ്റാൻഡിങ് പ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുമ്പോഴത്തേനും സെയിം കണ്ട ഡിസൈൻ സ്റ്റാൻഡിങ് പോസിലായിട്ട് ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷൻ വരെയും ഇതുപോലെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിപ്പം നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്. ഫുൾ ബോർഡറിലും ഡിസൈൻസും വന്നിട്ടുണ്ട്. ബോട്ടം പോർഷനിലാണെങ്കിൽ സ്റ്റാൻഡിങ് പോസിലും, അതുപോലെ മറ്റു ചെസ്റ്റ് പോർഷനിലോട്ടൊക്കെ വരുമ്പം അല്ലാതെയൊക്കെ ആയിട്ട് ഫുൾ ബോർഡറിലും ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസൈൻസോട് കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത് 2675 ആണേ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഹാരിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനകത്ത് പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഹാരിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു 3 ഫ്ലവേഴ്സ് വരുന്നൊരു ഫ്ലവർ ബഞ്ചാണ്. ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ചെറിയ ഒരു ഹൈലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവറിന്റെ സെന്റർ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സും സ്റ്റെമ്മും എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫ്ലവറും കുറച്ച് ലീഫും ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ആ ഒരു പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സിംഗിൾ ഫ്ലവർ, നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള പല്ലുവിന്റെ ഉൾവശത്ത് കണ്ടതുപോലത്തെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഇതിനകത്ത് ഈ സാരിയിൽ കൂടുതലായിട്ടും വരുന്നത്. പല്ലുവിന്റെ എൻഡ് പോർഷനിലോട്ട് റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണുള്ള സാരി നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഷോൾഡർ പോർഷനിൽ ഇതുപോലെ ഒരു അക്കോബ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഫുള്ളായിട്ട് ആ ഒരു നമ്മുടെ ആ കറക്റ്റ് ഷോൾഡർ വരുന്ന ഒരു ഭാഗം വരുന്നത് പോലെ അക്കോബ മെറ്റീരിയലും അതിൻ്റെ എൻഡ് ലേസ് പാറ്റേണും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. 2 വശത്തും ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു അക്കോബ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് അതിലും ആ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ആ ഒരു ഷോൾഡറിൽ വരുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചൊരു ഡിഫറെൻറ്റ്, നമ്മൾ നോർമലി കണ്ടുവരുന്ന സാരിയിൽ നിന്നും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഷോൾഡർ പോർഷനിൽ ഇങ്ങനെ അക്കോബ വരുന്നത് പോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇതുപോലത്തെ അക്കോബ ബ്ലൗസ് പെയർ ചെയ്യോടെ ആകുമ്പോഴത്തേനും നല്ല ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഇതിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ബോർഡർ പോർഷനിലോട്ടെല്ലാം വരുന്നത് സിംഗിൾ ഫ്ലവർ ഡിസൈൻസ് ഫുൾ ആ ഒരു ബോർഡർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഫുൾ ബോർഡറിൽ ഈ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, നിറച്ചും ഈ ഒരു ഡിസൈൻസ്. ഇതിന് എൻഡ് ആ ഒരു നമ്മുടെ സാരിയുടെ ഹാഫ് പോർഷൻ വരുന്നിടം വരെയും നമുക്ക് ഈ ഒരു സെയിം സിംഗിൾ ഫ്ലവറും അതുപോലെ വൈറ്റ് ഫ്രഞ്ച് നോട്ട്സും ഒക്കെ വരുന്നൊരു പാറ്റേണിൽ ആ ഡിസൈൻസ് ആ ബോട്ടം പോർഷൻ വരെയും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിന്റെ സാരിയുടെ ഫുൾ അടുത്ത ബോർഡർ, അതായത് ബോട്ടം പോർഷനിലെ ബോർഡറിലോട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ടോ സ്ലിപ്പിംഗ് പോസ്റ്റോ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം എങ്ങനെ ചെയ്താലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സെയിം രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയില്ല. എന്നാലും ഫ്ലീറ്റിന് ഇടയ്ക്കൂടെ എല്ലാം നിറച്ച് ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെ സാരി ഓവറോൾ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് ഡിസൈൻ റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ പല്ലുവിൻ്റെ എൻഡിൽ കണ്ടതുപോലെ 3 ഡിസൈൻ വരുന്ന ഒരു പാറ്റേണിലാണ്. പല്ലുവിന്റെ എൻഡിലും റൈറ്റ് ലെഗിലും ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരുന്ന ഫ്ലവർ ബഞ്ചും ബാക്കി ഫുൾ സാരിയിലും റണ്ണിങ് ബോർഡർ ആയിട്ട് ഇതുപോലത്തെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2275 ആണ്. 2275 റുപ്പീസ് ആണ്. ഇത് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിവതും നമുക്ക് മെസ്സേജസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ സാരി നമ്മൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് തരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ വീക്ക്ലി വൺസ് അല്ല ട്വൈസ് ഒക്കെ ആയിട്ട് വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ സാരീസ് ചോദിക്കുമ്പോൾ നമുക്ക് അത് കൺഫ്യൂഷൻ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ സാരിയുടെ
പിക്ചർ കാണിച്ച് ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മെസ്സേജസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് അതൊരു കൺഫ്യൂഷൻ ആവത്തുള്ളൂ, അതുപോലെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും മെസ്സേജസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നാലും എനിക്കറിയാം ഒത്തിരി പ്രായമുള്ള ആൾക്കാർക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവരൊക്കെ ഒത്തിരി ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അവരെ നമ്മൾ അതിൽ അവർക്ക് നമുക്ക് കൺസിഡറേഷൻ കൊടുക്കാം. അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മളെ കഴിവതും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്മസിന്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. വൈറ്റ് സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് നമ്മൾ ഈ ഒരു ക്രിസ്മസിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.